Page number 72, question number 7. How much more is the sum of the first 25 terms of arithmetic sequence 50, 21, 27? Then the sum of the first 25 terms of the arithmetic sequence 7, 13, 90. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഹൗ മച്ച് മോർ, എത്ര കൂടുതലാണ് ഇതിനകത്ത് സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 15, 21, 27 എന്ന് പറയുന്ന സീക്വൻസിന്റെ 25 ടേമുകളുണ്ട്. ആ 25 ടേമുകളുടെ സമ്മ്, ദാൻ ദ സം ഓഫ് ദി ഫസ്റ്റ് 25 ടേംസ്. അടുത്ത ഒരു 25 ടേംസ് തന്നിട്ടുണ്ട് 7, 13, 19 തുടങ്ങുന്ന സീക്വൻസ്. ഇതിൽ നിന്ന് എത്ര കൂടുതലാണ് മറ്റേ സീക്വൻസ് എന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഇത് മൊത്തം എണ്ണം ഉണ്ട്? 25 എണ്ണം ഉണ്ട്. രണ്ട് സീക്വൻസ് എത്ര എണ്ണം ഉണ്ട്? 25, 25 ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 25 സീക്വൻസ് ഇതിൽ നിന്ന്, അതായത് ഇതിന്റെ ഡിഫറൻസ് എത്ര ആയിരിക്കും? എത്ര കൂടുതൽ, ഹൗ മച്ച് മോർ എന്നാകും. ഹൗ മച്ച് മോർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സമ്മും കൂടി എടുക്കുക, രണ്ടിന്റെ ഡിഫറൻസ് എടുത്താൽ എത്ര കൂടുതലാണ് നമുക്ക് കിട്ടും. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായി? ഐഡിയ മനസ്സിലായി? ഇതിന്റെ സമ്മ എടുക്കുക, ഇതിന്റെയും സമ്മ എടുക്കുക, രണ്ടിന്റെയും കൂടി എന്തെടുക്കുക? ഡിഫറൻസ് എടുക്കുക. അപ്പൊ ഏതാ കൂടുതലെന്ന് അറിയാൻ പറ്റും. ഇതാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കൊട്ടയ്ക്കകത്ത് 50 ആപ്പിള്, വേറൊരു കൊട്ടയ്ക്കകത്ത് 150 ആപ്പിൾ. ഏതിലാ കൂടുതൽ? നമ്മളെങ്ങനെ കാണുന്നേ? ഇതിനകത്ത് എത്ര? 50. ഇതിലെത്ര? 150. കൂടുതൽ ഏതാ? 100. എത്ര കൂടുതൽ? അപ്പൊ എങ്ങനെ കാണും? 150-ൽ നിന്ന് 50 കുറയ്ക്കും. അപ്പൊ എത്ര? 100 ഇതിനകത്ത് കൂടുതൽ. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പൊ ഈ സീക്വൻസിനകത്തുള്ള ടോട്ടലും ഈ സീക്വൻസിനുള്ള ടോട്ടലും എടുത്തിട്ട് എത്ര കൂടുതലാണ്, ഏതിനകത്താണ് കൂടുതൽ എന്നാണ് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടി ഡിഫറൻസ് എടുത്താൽ മതി. ഐഡിയ മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യണം. അപ്പൊ നോക്കിയേ എങ്ങനെ ചെയ്യാം. ആദ്യത്തെ സീക്വൻസും രണ്ടാമത്തെ സീക്വൻസിന്റെ തുടക്കവും തമ്മിലൊന്ന് ഡിഫറൻസ് എടുത്താൽ മതി. എത്ര വരും? സിമ്പിൾ മെത്തേഡ് അതാ. 15-ൽ നിന്ന് 7 കുറച്ചാൽ എത്ര കിട്ടും? 8. കേട്ടോ? അപ്പൊ മനസ്സിലായല്ലോ? രണ്ട് സീക്വൻസുകൾ തമ്മിൽ അതിന്റെ ഡിഫറൻസ് എടുക്കാൻ പറഞ്ഞാൽ എന്തെടുത്താൽ മതി? ആദ്യത്തെ സീക്വൻസിൽ നിന്നും രണ്ടാമത്തെ സീക്വൻസിന്റെയും ആദ്യത്തെ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും. ഈ ഡിഫറൻസ് എന്നായിരിക്കും ഇവിടെ? 21-ന് 13 കുറച്ചാൽ എത്ര വരും? 8. 27-ന് 19 കുറച്ചാൽ എത്ര വരും? 8. ഇങ്ങനെ ഡിഫറൻസ് പോകണം. കണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവസാനം വരെ ഉള്ളതിന്റെ ഡിഫറൻസ് എത്ര തന്നെ ആയിരിക്കും? 8 അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 25 × 8 25, 8, 40, 4, 16, 4, 20, 200. കണ്ടോ? ഇതിന്റെ ഡിഫറൻസ് എത്രയാ? 8. ഇതിന്റെ ഡിഫറൻസ് എത്രയാ? 8. അങ്ങനെയാണെങ്കിൽ 25 ടേമുകളുടെ ഡിഫറൻസ് എത്രയായിരിക്കും? 25 × 8 200. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 10th ടേം തന്നിട്ടുണ്ട് 15, 21st ടേം തന്നിട്ടുണ്ട് 75. ആദ്യത്തെ 30 ടേമുകളുടെ സമ്മ് കാണും. അപ്പൊ ഇതിനകത്ത് 10th ടേം തന്നിട്ടുണ്ട്, 21st ടേമും തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിന് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കാണാം. എന്ത് കാണാം? കോമൺ ഡിഫറൻസ്. എങ്ങനെയാ കാണുന്നേ? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാലോ 75 മൈനസ് 50. ഇവിടുന്നോ 10. 75-ന് 50 കുറച്ചാൽ 25. 21-ന് 10 കുറച്ചാൽ 11. ഇതാണ് നമുക്ക് കിട്ടിയ കോമൺ ഡിഫറൻസ് 25/11 അല്ലേ? അത് കിട്ടും. ഇത് നമുക്ക് സമ്മ് കിട്ടണമെങ്കിൽ 30 ടേമുകളുടെ സമ്മ് കിട്ടണമെങ്കിൽ എന്തൊക്കെ വേണം? നമുക്ക് എന്തൊക്കെ വേണം? സമ്മിന്റെ ഇക്വേഷൻ എന്താ? അതിൽ എണ്ണുണ്ട്. എണ്ണെന്ന് പറഞ്ഞാൽ എത്രയാ? 30 നമ്പർ ഓഫ് ടേം. എത്ര എണ്ണം ഉണ്ട്? 30 എണ്ണം. അതുണ്ട്.
എക്സ് എൻ എന്ന് പറഞ്ഞാലോ ലാസ്റ്റിന്റെ ഉണ്ടോ ഇല്ല. x1 എന്ന് പറഞ്ഞാലോ ഫസ്റ്റിന്റെ അതുകൊണ്ടോ. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇതാണ് അതിന്റെ ഒരു ഓർഡർ. അപ്പൊ ആദ്യം നമ്മളെ കയ്യിൽ എന്ത് കണ്ടുപിടിക്കണം? xn കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ x1 കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ ആദ്യം നമുക്ക് x1 കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. x1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം അടുത്ത ഏതാ? പത്താമത്തെ. അപ്പൊ x10ൽ നിന്ന് പത്താമത്തതിൽ നിന്ന് എത്ര ഡിഫറൻസ്? 90. കണ്ടോ? അപ്പൊ പത്താമത്തെ ഉണ്ടല്ലോ എത്രയാ? 50 മൈനസ് 9 ഇൻറ്റു 25/11 അല്ലേ. 50 മൈനസ് 25 ഇൻറ്റു 9. 25 ഇൻറ്റു 9 എന്ന് പറഞ്ഞാലോ 225/11 അല്ലേ. ഇനി ഇതിനകത്ത് ഡെസിമൽ മാറ്റുമ്പോ എങ്ങനെ ചെയ്യാം? ഇവിടെ നേരെ ഇങ്ങോട്ട് ഇന്ത്യ ചെയ്യത്തില്ലേ? 50 ഇൻറ്റു 11. 50 ഇൻറ്റു 11 എന്ന് പറഞ്ഞാൽ എത്ര വരും? 11 ഇൻറ്റു 5 എടുത്താ പോരെ അല്ലേ. 11 ഇൻറ്റു 5 എത്ര? 55. 0 മൈനസ് 225/11. അതായത് മിക്സഡ് ഫ്രാക്ഷൻ എന്താകുന്നു? ഫ്രാക്ഷൻ ആകുന്നു. അറിയാലോ. 550 നിന്ന് 225 കുറയ്ക്കുക. 10 5 കുറച്ചാൽ 5, 4 2 കുറച്ചാൽ 2 അല്ലേ. വീണ്ടും 5 2 കുറച്ചാൽ 3, 325/11. ഫസ്റ്റ് ടൈം കിട്ടി 325/11. കണാരന്മാരെ ഇവിടുന്ന് 10 ആക്കിയില്ലേടാ ഇത്. സുബ്ഹാനല്ലാ. ഇവിടുന്ന് 1 എടുക്കുമ്പോ ഇതെന്തായി? 10. അപ്പൊ ഇതെന്തായി? 4, 4 2 കുറച്ചാൽ 2, 5 2 കുറച്ചാൽ 3. നല്ല കണാരനാവൻ. ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് xn കണ്ടുപിടിക്കണം അല്ലേ. കണ്ടുപിടിച്ചാ പോരെ. xn കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? xn കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നമ്മളുടെ ഇക്വേഷൻ dn plus f minus t. 25/11 into കോമൺ ഡിഫറൻസ് അതാണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേം. മൊത്തം എത്ര ടേം ഉണ്ട്? 30. 30 പ്ലസ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടൈം എത്ര? 325/11 മൈനസ് വീണ്ടും കോമൺ ഡിഫറൻസ് 25/11. തെറ്റല്ലേ? ഐഡിയ മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 325 25 കുറച്ച് എത്ര വരും? 300 എഴുതില്ലേ? 300/11 വരും. ഇവിടെ എന്ത് ചെയ്യണം? നേരെ ഇൻറ്റു വേണം. ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻ അല്ല, കാരണം ഇൻറ്റു ആണ്. ഇൻറ്റു വരുമ്പോ നേരെ നേരെ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പൊ 30നെ 25 കൊണ്ട് 0 5 0 6 0 5 7 750 750/11 പ്ലസ് ഇതിന് കുറയ്ക്കുമ്പോ എന്ത് കിട്ടാ? 300/11. അപ്പൊ എത്ര കിട്ടും? രണ്ടും ഡിനോമിനേറ്റർ ഈക്വൽ അല്ലേ. 200 300 1000 1050/11. എന്താ? 30ാമത്തെ ടേം. ലാസ്റ്റ് ടേം കിട്ടി. ലാസ്റ്റ് ടേം കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി, നമ്പർ ഓഫ് ടേം ഉണ്ട്. എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമ്മളെല്ലാം ഉണ്ട്. Sn is equal to n/2 xn പ്ലസ് എത്രയാണ്? നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? n എന്ന് പറയുന്നത് 30 ആണ്. കാരണം ടോട്ടൽ 30 ടേംസ് ആണ് ഉള്ളത്. 30/2. xn എന്ന് പറയുന്നത് 1050/11. x1 എന്ന് പറയുന്നത് 325/11. 30/2 1050/11 325/11. രണ്ട് ഡിനോമിനേറ്റർ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ന്യൂമറേറ്റർ രണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് 1050 മുകളിലുള്ള ന്യൂമറേറ്ററുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പം 1050
325. 5, 7, 3, 1. അപ്പൊ എന്ത് കിട്ടേ? 1375 by 11. ഇനി രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ പോരെ? അപ്പൊ എന്ത് കിട്ടും? 80/2 ഇൻറ്റു അല്ലേ 30/2ന്റെ രണ്ടോട് ഡിവിഷൻ നടത്തിക്കൂടെ? അപ്പൊ എന്ത് കിട്ടും ആൻസർ? 15. 15 ഇൻറ്റു 1375 ഉണ്ടോ? ഇനി ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 15. 25 25 ഇഷ്ടം 2 7 35 2 37 ഇഷ്ടം 3 13 15 3 18 ഇഷ്ടം 1 5 5 1 6 5 7 3 1 5 12 1 15 1 16 1 10 0 ഇഷ്ടം 1 20,625 by 11. 20,625 കിട്ടിയത്. അതിനെ 11 കൊണ്ട് ഡിവിഷൻ നടത്തുക. 11 കൊണ്ട് ഡിവിഷൻ നടത്തുമ്പോ ഒരു പ്രാവശ്യം 11 ബാക്കി ഞാൻ പറഞ്ഞു അവിടെ സംസാരിക്കുന്നുണ്ട്. 11 9 6 താഴെ ഇറങ്ങുമ്പോ 96. 11 എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. അപ്പൊ എത്ര വരും? 88. ബാക്കി എത്രയുണ്ട്? 8 കണ്ടോ? ബാക്കി 2 താഴെ ഇറക്കണം വലുതാക്കാൻ വേണ്ടി. വീണ്ടും എത്രയുണ്ട്? 7 പ്രാവശ്യം. 77. 82 77 പറഞ്ഞു. ബാക്കി എത്ര? 5 അല്ലേ? 5. ഈ 5 താഴെ ഇറങ്ങുമ്പോ 55. 11 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. അപ്പൊ ആൻസർ എത്ര കിട്ടി? 1800. ഇത്രേ ഉള്ളൂ. ഇതോടുകൂടി ഇതിന്റെ ആൻസർ. അപ്പൊ ഇത്രേ ഉള്ളൂ കാര്യം ചെയ്യാൻ. സമ്മ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ എടുത്ത് എഴുതുക. ആരൊക്കെയാണ് ആവശ്യമുള്ളത് അവരെ ഓരോന്ന് കണ്ടുപിടിക്കുക. ഇതേപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ഈ സെക്ഷൻ 3ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ നമുക്ക് ഇടാം. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. അത് അടുത്ത വീഡിയോയിലാണ്. ഓക്കെ, ബൈ.